content is always considered as a കിങ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിയൻസിന് ആവശ്യമുള്ള കോണ്ടന്റുകൾ അവരെ അടുത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് എത്തിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കും പോകുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പോഡ്കാസ്റ്റ് ആയിട്ടാവാം, വീഡിയോസുകളായിട്ടാവാം, ഇമേജസുകളായിട്ടായിരിക്കും, ചിലപ്പോൾ ഇൻഫോഗ്രാഫിക്സ് വരെ വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ സ്റ്റഡീസിന് ശേഷമുള്ള ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡാണ് ഞാൻ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ആ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചാൽ മാത്രമേ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണാനുള്ളൊരു സാധ്യതയുള്ളൂ. പകരം നിങ്ങളെല്ലാവരും പ്രസൻ്റ് ആവുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ആ ആഡ് റണ്ണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഓഡിയൻസ്, അതായത് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അത് കാണാനുള്ള പോസിബിലിറ്റി ഈസ് വെരി ഹൈ. ഇന്ന് രാവിലെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ് സ്ഥിരമായിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. നിങ്ങൾ സ്റ്റോറിലൊന്നും പോയിട്ടല്ല കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്, ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടോ, മിന്ത്രയോ, ആമസോൺ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു പേസ്റ്റ് വാങ്ങാൻ വേണ്ടി പോയേക്കും. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ പേസ്റ്റിന് വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണത് ഒന്ന് ആലോചിച്ച് നോക്കണ്ടു. ആലോചിച്ചോ? മേ ബി അതിൻ്റെ കളറായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പം അതിൻ്റെ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ്. ചില ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടാവും, ചിലതിൽ നമ്മളെ മൗത്ത് ഫ്രഷനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ഉണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആ ഒരു പേസ്റ്റിന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ പേര് നിതാഷ അസ്ലം, നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗൈഡാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കോണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് വരുന്ന എല്ലാ ഇൻഫർമേഷൻസിനെയും നമുക്ക് കോണ്ടന്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ബ്ലോഗുകളായിട്ട് കാണാൻ വേണ്ടി പറ്റും, ചില സമയത്ത് പോഡ്കാസ്റ്റുകൾ വരാറുണ്ട്, ചില സമയത്ത് വീഡിയോസുകളാണ്, അങ്ങനെ പല ഫോർമാറ്റുകളിൽ കോണ്ടന്റുകൾ വരാറുണ്ട്. അതായത് കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോർമാറ്റ് ഓഫ് ഇൻഫർമേഷൻസ്, നിങ്ങളുടെ മുന്നിലോട്ടേക്ക് വരുന്ന ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിനെയാണ് നമ്മൾ കോണ്ടന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കോണ്ടന്റ് എന്നാന്ന് പറഞ്ഞു. ഇനി വി ഹാവ് ടു തിങ്ക് അബൌട്ട്, അല്ലെങ്കിൽ നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കണം. നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെയാണ് കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും ഉള്ളത്. സോ ഐ വുഡ് സേ, അല്ലെങ്കിൽ എൻ്റെ അക്കോർഡിംഗ്ലി, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൻ്റെ അക്കോർഡിംഗ്ലി പറയാൻ പറ്റാവുന്ന ഒരു കാര്യമുണ്ട്, കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ, അല്ലെങ്കിൽ നമ്മളെ SEO, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയുന്ന പല ഫീൽഡുകളുണ്ട്. ഈ ഫീൽഡിൻ്റെ അകത്തൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആവട്ടെ, നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോംസുകളാവട്ടെ, അതായത് ഫേസ്ബുക്ക്, നമ്മൾ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും, ഇതെല്ലാതും എല്ലാവർക്കും ഒരേപോലെയല്ലേ അവൈലബിൾ ആവുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ മാറ്റം വരുത്തുന്നത് ഒറ്റൊരു കാര്യത്തിലാണ്, അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകളാണ്. അതുകൊണ്ടാണ് content is always considered as a king of digital marketing. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കോണ്ടന്റ് എന്നും അതേപോലെ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ആണ്. അപ്പോൾ ഇത്രയും നേരം കത്തി വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. വി ഹാവ് ടു നോ എന്താണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് നമുക്കറിയാം. കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് തന്നെയാണ്. ഈ പ്രോസസ്സിൽ മെയിൻലി 4 സ്റ്റെപ്പുകളാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 സ്റ്റെപ്പാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആദ്യത്തേത് ഓബ്വിയസ്ലി ക്രിയേഷൻ ആണ്, രണ്ടാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത് നമ്മൾ പറയും ഷെയറിംഗ്, ആൻഡ് ഫൈനലി പബ്ലിഷിംഗ്. അതായത് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് നമ്മൾ 3 മെയിൻ ഫീച്ചേഴ്സുകളാണ് പറയാം. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ഓഡിയൻസിന് എപ്പോഴും വാല്യുബിൾ ആയിരിക്കണം, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അതായത് അവരവരുടെ പ്രസൻറ്റ് സിനാരിയോ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന കണ്ടന്റുകളാണെങ്കിൽ അതിനെ നമ്മൾ റെലവൻറ്റ് കോണ്ടന്റ് എന്ന് പറയും. മൂന്നാമത്തെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഓഡിയൻസിനോട് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് എപ്പോഴും ഒരേപോലെ കീപ്പ് ഓൺ ചെയ്യുക. ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞു, നാളെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും കൺഫ്യൂസ്ഡ് ആവും. സോ വാട്ട് ഐ സെഡ് ഇസ് ദാറ്റ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ്, ഷെയറിംഗ് ആൻഡ് പബ്ലിഷിംഗ് കോണ്ടന്റ്. ഇനി ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ മതിയോ? പോരാ. നിങ്ങൾ ഷെയർ ചെയ്യുന്ന കോണ്ടന്റുകൾ കൃത്യമായ ഓഡിയൻസിൻ്റെ അടുത്തോട്ടേക്ക് തന്നെ എത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടുകൾ ആ ഒരു കണ്ടന്റുകൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, നിങ്ങളെ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ അടുത്തോട്ടേക്ക് ആയിരിക്കണം നിങ്ങളെ കണ്ടന്റുകൾ പോവേണ്ടതെന്ന്. സോ നമ്മൾ ഈ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിയൻസിന് ആവശ്യമുള്ള കോണ്ടന്റുകൾ അവരെ അടുത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് എത്തിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കും പോകുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പോഡ്കാസ്റ്റ് ആയിട്ടാവാം, വീഡിയോസുകളായിട്ടാവാം, ഇമേജസുകളായിട്ടായിരിക്കും, ചിലപ്പോൾ ഇൻഫോഗ്രാഫിക്സ് വരെ വരാനുള്ള സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ, ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഇതിനെ പറയുന്നത് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതായത് ഓഡിയൻസിൻ്റെ ആവശ്യപ്രകാരം അവരടുത്തേക്ക് എത്തുന്ന വീഡിയോസുകളെ, അവരടുത്തേക്ക് എത്തുന്ന കോണ്ടന്റ്സുകളെ നമ്മൾ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയും. കുറച്ച് മുന്നേ വരെ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ആയിരുന്നില്ല എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്.
ഇൻബൗണ്ട് മാർക്കറ്റിംഗ് പോലെ തന്നെ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് പ്രാക്ടീസ് ആയിരുന്നു ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ്. ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗിന് ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തോട്ടേക്കല്ല നമ്മളെ കണ്ടന്റുകളെല്ലാം എത്തിച്ചേരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോർഡിങ്സുകൾ, ന്യൂസ് പേപ്പറുകൾ, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? I know most of you guys must not be doing that. For example, നിങ്ങളുടെ സ്റ്റഡീസിന് ശേഷമുള്ള ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡാണ് ഞാൻ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ആ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചാൽ മാത്രമേ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണാനുള്ളൊരു സാധ്യതയുള്ളൂ. പകരം നിങ്ങളെല്ലാവരും പ്രസൻ്റ് ആവുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ആ ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഓഡിയൻസ്, അതായത് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അത് കാണാനുള്ള പോസിബിലിറ്റി ഈസ് വെരി ഹൈ. അപ്പം അതാണ് ഇൻബൗണ്ട് മാർക്കറ്റിങ്ങിലോട്ടേക്ക് ഓഡിയൻസിന് നമ്മളെ തേടി വരികയാണ് ചെയ്യുക. ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്സുകൾ ഓഡിയൻസിന് അടുത്തോട്ടേക്ക് പോകുന്ന സമയത്ത് ടാർഗറ്റ് ഓഡിയൻസിന് അടുത്തോട്ടേക്ക് റീച്ച് ചെയ്യുമോ എന്നുള്ളത് വി ഡോണ്ട് നോ. ചിലപ്പോൾ എത്താം, ചിലപ്പോൾ എത്താതിരിക്കാം. ആസ് യു നോ, കോണ്ടന്റുകൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്തോട്ടേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻസ് എത്തിക്കാൻ വേണ്ടി പറ്റില്ല. കോണ്ടന്റിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി പറ്റാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റ് മാർക്കറ്റിംഗിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ CDN പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.